ഇനി നമുക്കൊരു ഓർഗനൈസർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ എന്താ പറയുക, ഈ റൗണ്ട് സാധനമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ എടുത്ത് കാട്ടി കാണില്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു കീഴിലെ ഓർഗനൈസർ ഉണ്ടാക്കാം. പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പോലെ ഒന്ന് ഈ കാർഡ്ബോർഡിൻ്റെ ഈ റൗണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ മുറിച്ചെടുക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പേരൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റോ അല്ലെങ്കിൽ കളർ പേപ്പറോ വെച്ചിട്ട് ഈ പീസസൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചുറ്റി അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ വാഷ് ടേപ്പൊക്കെ വെച്ചിട്ട് സംഭവം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗനൈസറിൻ്റെ ഏകദേശം ഒരു ലുക്ക്. അപ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഇട്ട് വെച്ചിട്ട് ടേബിളിൽ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് അന്വേഷിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വരില്ല. പിന്നെ ഒരു കാര്യം, എൻ്റെ വിന്നേഴ്സിന് ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇതുവരെ എനിക്ക് എന്താ പറയുക അഡ്രസ്സ് ഒന്നും അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ആളെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. എല്ലാതുകൊണ്ടും നമ്മൾ വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സംഭവം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ട. ബൈ ഫ്രണ്ട്സ്.